കേട്ട് കേട്ട് മടുത്തോ? ഇനി എങ്ങനെ ഞാൻ നിർത്തി. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. കേട്ട് കേട്ട് മടുത്തു എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതാണ്. അല്ല, ചാലിശ്ശേരിക്കാരിയാണേ. അപ്പൊ കേട്ടിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടല്ലോ. അത് നിവൃത്തിയില്ല. നമ്മള് എല്ലാ പരിപാടിക്കും വിളിക്കാൻ പ്രസംഗിക്കാനല്ലേ. ഇവിടെ ഞാൻ കാണാൻ വേണ്ടി മാത്രം വന്നതാ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ വന്നപ്പോ ഞാൻ പ്രസംഗം വേണ്ടെന്നാ പറഞ്ഞത്. കാരണം ഇത് തന്നെയല്ലേ പണി. വട്ടേനാട് സ്കൂളിലെ വരയുത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. പ്രസംഗത്തിനായി എഴുന്നേറ്റ മന്ത്രി തനിക്ക് പ്രസംഗിച്ചു മടുത്തെന്ന് തമാശ രൂപേണ പറഞ്ഞു. ഉടൻ തന്നെ സദസ്സിലിരുന്ന ഒരു യുവതി ഞങ്ങൾക്കും കേട്ടുമടുത്തെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒട്ടും പ്രകോപിതനാകാതെ എന്നാൽ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി മന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. പ്രസംഗം നിർത്തിയ മന്ത്രി പിന്നീട് സദസ്സിലിരുന്നവർക്കൊപ്പം പാട്ടുപാടി ആഘോഷത്തിൽ പങ്കുചേർന്നു. പ്രസംഗത്തേക്കാൾ വലിയ കയ്യടിയാണ് മന്ത്രിയുടെ പാട്ടിന് അവിടെ ലഭിച്ചത്. ഭരണാധികാരി എന്ന ഗൗരവമില്ലാതെ അണികൾക്കിടയിൽ ഒരാളായി മാറിയ മന്ത്രിയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ്. പ്രസംഗത്തിന് പകരം പാട്ടുമായി കളം നിറഞ്ഞ മന്ത്രി എം.ബി. രാജേഷ് വട്ടനാട്ടെ കുട്ടികൾക്കും നാട്ടുകാർക്കും പുതിയൊരു അനുഭവമായി മാറി. ഈ ചാനൽ ന്യൂസ്, പാലക്കാട്. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ, ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.